അബ്രയിലോട്ട് കയറിയാലോ? എന്നിട്ട് നമുക്ക് ബനിയാസിലോട്ട് പോവാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് മെട്രോ എടുത്ത് തിരിച്ചു പോവാം. ബനിയാസ് അല്ല, ബർദുബായിലോട്ട് പോവാം. ഇവിടുന്ന് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. സോ അങ്ങോട്ട് പോവാം. എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പോയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഓർമ്മയില്ല. എപ്പോഴോ പോയതാ. എവിടെയെങ്കിലുമൊക്കെ എത്തും. മെട്രോ കിട്ടുന്നിടത്തൂടെ കയറി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാന്നേ. എന്തിനാ ഇങ്ങനെ വെറുതെ സ്ഥലം അറിഞ്ഞു വെച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഉള്ളതുപോലെ പോവാം. നമ്മുടെ പേടക്കം എത്തി. വേറെ ഏരിയ എണ്ണ പുറത്തോട്ട് പോവാം. ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ബാക്കിൽ ഒറ്റയ്ക്ക് സെറ്റായിട്ടിരിക്കാം. വണ്ടി എടുത്തു ഗൈസ്. ഇടിക്കോ? ഗാനം കണ്ടോ? പങ്ക രമണ്ണം പോട്ട്. ഇനി ഞാൻ എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചാൽ എങ്ങോട്ടേലൊക്കെ പോവാം. ദുബായ് ടൂറിസ്റ്റ് ഫുൾ ബസ്. ഇത് ഓൾഡ് സൂക്കാണ് കേട്ടോ. ബർദുബായില് നമ്മൾ അവിടെ കണ്ടത് പുതിയത്. ഇത് പഴയ സൂക്കാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. പ്യോർ സിൽക്ക് എന്നൊക്കെ എഴുതി. പഷ്മിന. Oh my God. Currency.
പൊടി പുള്ളി വാങ്ങിച്ചിട്ടേക്കുന്നുണ്ട്. അടിപൊളി. നമ്മളന്ന് ക്രീക്ക് ഹാർബറിൽ പോയ പോലത്തെ ഫെയറി ഉണ്ടോ? ഹലോ ഗൈസ്, ഞാൻ എങ്ങും പോയില്ല. ഞാൻ ഈ ഗോൾഡ് സൂക്കിൻ്റെ ഇവിടെ തന്നെ ഒരു സീറ്റുണ്ട്, ലൈക്ക് കുറച്ച് ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കുക. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അബ്രയിൽ ആളുകൾ വന്ന് ഇറങ്ങും. നമുക്ക് ഈ ഏരിയയിൽ മൊത്തം ഇങ്ങനെ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലം. ഇഷ്ടംപോലെ പറക്കുന്ന സാധനങ്ങൾ എങ്ങനെ ഞാൻ ഇവിടെ ഈ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുക. നല്ല രസമുണ്ട്. ഇവിടെ എൻ്റെ ഒരു ശംഖുമുഖത്തൊക്കെ പോയി ഇങ്ങനെ നമ്മളവിടെ ഇരിക്കത്തില്ലേ, ആ ഒരു ഫീല് കൊള്ളാം. ഞാൻ ഇവിടെ തന്നെ ഇരുന്നു, ഞാൻ എങ്ങും പോയില്ല കേട്ടോ. ഇവിടെ തന്നെ ഇരുന്ന് വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. സൺഡേ അല്ല, സോ അവരോട് സംസാരിച്ചൊക്കെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. നമുക്ക് തിരിച്ച് ഗോൾഡ് സൂക്കിലോട്ട് തന്നെ പോയാലോ? വന്ന അബ്രയിൽ തന്നെ തിരിച്ചു പോവാം. നമുക്കിവിടെ അബ്ര ഉണ്ടല്ലോ, നമ്മുടെ ബോട്ട് കേടത്. ഞാൻ അവിടെ നിന്ന് നമ്മളെ വിസിലടിച്ച് വിളിക്കുന്നു. വണ്ടി പോകുന്നു, കാലി അടിച്ച് പോകുന്നു, അതുകൊണ്ട് വന്ന് വണ്ടി കയറൂ. എഞ്ചിൻ ഇവിടെ സ്റ്റിയറിംഗ്. ബോട്ട് കാണാൻ ലുക്കില്ലാന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഈ മേലെ ഉള്ളതെല്ലാം ലൈഫ് ജാക്കറ്റുകളാണ് കേട്ടോ. മൊത്തം ലൈഫ് ജാക്കറ്റാ. ആൾക്ക് കൊള്ളാവുന്ന അത്രയും ലൈഫ് ജാക്കറ്റ് ഉണ്ട്, റിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. എക്സ്റ്റിങ്ക്യൂഷർ ഉണ്ട്, റിങ് ഉണ്ട്, സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു വീണ്ടും നമ്മൾ എവിടെയോ എത്തി. ഗോൾഡ് സൂക്ക് അല്ലായിരുന്നു.
വേറെ ഏതോ സ്ഥലമാണ്. ദുബായ് അബ്ര. ഇങ്ങോട്ട് വരുമ്പം അണ്ടർ പാസേജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അണ്ടർ പാസേജിനകത്തോട്ട് പോവാൻ നമുക്ക്. സബ്വേ നല്ല വൃത്തിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. ദുബായ് വൃത്തിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ, സമ്മതിക്കണം. കാരണം ഒന്ന് തുപ്പിയാൽ കിട്ടും ഫൈൻ. അതുകൊണ്ട് ഇങ്ങനത്തെ കുരുത്തക്കേടുകളൊന്നും കാണിക്കത്തില്ല ആളുകൾ. തിളങ്ങും തറയൊക്കെ ഉണ്ടാവും. അച്ഛ വഴി നോക്കട്ടെ. നോം വന്ന് ഇറങ്ങിയ സ്ഥലം കുറച്ച് വേറെയാണ്, അതുകൊണ്ട് കുറച്ച് നടക്കാൻ. നോം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് നല്ല നല്ല കടകളും രാത്രിയിലത്തെ കാഴ്ചകളും ഒക്കെ കാണാം. ഇത് പറയുന്നു. നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണമെന്നുണ്ട്, പക്ഷെ ചുമക്കാൻ വയ്യ. ഇതൊക്കെ തൂക്കിപ്പിടിച്ച് നടക്കാന്ന് പറയുന്ന ഭയങ്കര ചടങ്ങാണ്, അതുകൊണ്ട് വയ്യ, ചുമക്കാനായിട്ട് വയ്യ. എങ്ങോട്ടൊക്കെ എന്നെ കൊണ്ടുപോകുന്നു, ഏതോ ബിൽഡിങ്ങിൻ്റെ അകത്തൂടെയൊക്കെ കയറി നടക്കാനൊക്കെ കാണിക്കുന്നു. എങ്ങോട്ടാണോ അത്? ഈ മാപ്പ് ഉണ്ടല്ലോ, എന്നെ ഉള്ള ഇരുട്ടത്തും ആളില്ലാത്ത വഴി കൂടെയൊക്കെയാണ് എന്നെ കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ പോകത്തില്ല. എന്നെ എങ്ങാനും ആരെങ്കിലും പിടിച്ചോണ്ട് പോയാ എന്തോ ചെയ്യും? ഞാൻ മാപ്പിനെ ഞാൻ കാണിച്ചു കൊടുക്കാൻ വെട്ടമുള്ള വഴി ഏതാന്ന്. ഏതൊരു മുടുക്ക് ഇടവഴി അടിഞ്ഞിട്ട് എന്നോട് പറയാം, എന്നത്തോട്ട് കയറി പൊക്കോളാൻ. ഓപ്പ് പോകുന്നു. ചെറിയ വഴികളെല്ലാം കണ്ടുവച്ചിട്ടുണ്ട്, അതിനകത്തോടെയൊക്കെ കയറി ഇറങ്ങിപ്പോവാൻ. പെർഫ്യൂംസിന് വേണ്ടി മാത്രമുള്ളൊരു സ്ട്രീറ്റ്, മൊത്തം പെർഫ്യൂംസ്. ഇവിടെ മൊത്തം പെർഫ്യൂംസിൻ്റെ സാധനങ്ങളെല്ലാം വിൽക്കുന്ന സ്ഥലം, റോ മെറ്റീരിയൽസ്. നോം ഗോൾഡ് സൂക്കിൽ എത്തിയിരിക്കുന്നു. സോ ഗൈസ്, ഇതാണ് രാത്രിയിലത്തെ ഗോൾഡ് സൂക്കിൻ്റെ ആ ഒരു വൈബ്. പ്രത്യേകിച്ച് അങ്ങനെ വലിയതൊന്നുമില്ല, കാരണം നമ്മൾ വന്നപ്പോഴേ ഓൾറെഡി ലൈറ്റൊക്കെ ഇട്ടേക്കുമായിരുന്നു. പകല് മേളിലത്തെ റൂഫിലത്തെ ലൈറ്റൊന്നും ഇട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങളാ കണ്ടതുപോലെ അത്രയൊക്കെ ഉള്ളൂ. ഫെസ്റ്റിവൽ സീസണൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഗുമ്മിൽ അവർ ലൈറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യും. ഞാൻ അതാണ് ആ സമയത്താണ് വന്നത്. അപ്പം ആ ഒരു മൈൻഡിലാണ് ഞാൻ വിചാരിച്ചത് അത്രയും നല്ലൊരു കിടിലമൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട്. സോ ഞാനിനി ഇവിടുന്ന് പതുക്കെ ഇറങ്ങുക. കുഴഞ്ഞു. ഇനി
നേരെ നമ്മുടെ തട്ടകത്തിലേക്ക് കയറാൻ പോകുന്നു. മെട്രോ പിടിക്കണം, മാറിക്കയറണം, പോയി കിടന്ന് ഉറങ്ങണം. അയ്യോ അയ്യോ അയ്യോ. എൻ്റെ വണ്ടിയുടെ നമ്പർ ഉണ്ടോ? 313. യൂസഫ് ഭായിയുടെ കട. നമ്മൾ ടിക്ടോക്കിലൊക്കെ കാണത്തില്ലേ, ഇൻസ്റ്റാഗ്രാം, ആ കാണുന്ന വലുത് ഇത് പുള്ളിയുടെ ഒരു ചെറിയ കട. ഇവിടെ മറ്റേ വലിയ കട ഇതാ. തിരക്കുണ്ടോ? പുള്ളി കാണുമോന്ന് എനിക്കറിയത്തില്ല, കണ്ടിട്ട് പുള്ളി അതിനകത്തില്ല. കടയുടെ വലിപ്പം കണ്ടോ ഗൈസ്? ഒരു പെർഫ്യൂം കടയാണിത്. ഒരു മലയാളി സ്വന്തമായിട്ട് കെട്ടിപ്പടുത്തുയർത്തിയ ഒരു സംരംഭം. പുള്ളിയുടെ ഒരു യൂണീക്ക് ഐഡൻറ്റിറ്റി. യൂസഫ് ഭായിയുടെ കട. ചായ കുടിച്ചിട്ട് പോവാം, എന്തേലും കഴിച്ചിട്ട് പോവാം എന്ന് പറയുന്നത് പോലാണ് ആളുകൾ വിളിച്ച് സ്വർണ്ണക്കടയ്ക്കകത്തോട്ട് നമ്മളെ കയറ്റുന്നത്. കുറച്ച് പൈസയേ ഉള്ളൂ, കുറച്ച് പൈസയുള്ളൂ, ഡിസ്കൗണ്ട് തരാം, സിൽവറിനൊക്കെ ഇത്രയേ ഉള്ളൂ, ഗോൾഡിന് ഇത്രയേ ഉള്ളൂ, പണിക്കൂലി ഇല്ല, ഫുൾ ഡിസ്കൗണ്ട്. എന്തൊക്കെയായി പറയുന്നത്? ഗോൾഡിനൊന്നൊരു വിലയില്ലേ? സോ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ കണ്ട പോലെ ഗോൾഡ് സൂക്കിൻ്റെയും ഓൾഡ് ഗോൾഡ് സൂക്കിൻ്റെയും അബ്രയിലെ യാത്രയും രാത്രിയിലത്തെ ഗോൾഡ് സൂക്കിൻ്റെ ചെറിയൊരു വൈബും ഒക്കെയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഗൈസ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. സമയം പോകുമല്ലോ, നിങ്ങൾ എന്തോരം സാധനങ്ങളൊക്കെ ഇരുന്ന് കാണുന്നു, അതിൽ ഇതും കൂടെ കൂട്ടിക്കൂടെ? സോ അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ തിരിച്ചു പോകാൻ പോവാ, മെട്രോയിലോട്ട് നടക്കുക. അപ്പം see you guys in the next video. Bye bye. Take care.